കെട്ടിപ്പിടിക്കാം കേട്ടോ. സമയം ചേട്ടാ നിനക്ക് കേൾക്കണം, ഇവിടെ വന്നിരിക്കേ. അകത്ത് നല്ല പരിപാടിയാ. ചുമ്മാതിരടി. മച്ചമ്പിയോ? നാണമില്ലാത്തവനെ. അയ്യോ മച്ചമ്പി, നാറ്റിക്കരുത്. നീ എന്റെ പഴയ പരിപാടി ഒന്നും നിർത്തിയില്ലേ? മച്ചമ്പി പ്ലീസ്. നടക്കങ്ങോട്ട്. അല്ലെങ്കിലും അമ്മ വരണ്ടമ്മേ, ഞാനും സൂര്യൻ കൂടി പോവാം. ഇനിയിപ്പോ ഞാൻ പോവാത്തനാവൂ അടുത്ത സംസാരം? അങ്ങനൊന്നും ചിന്തിക്കണ്ട അമ്മേ. ഇപ്പൊ സൂര്യേട്ടനും ഭാവനച്ചും പോകുന്നത് തന്നെ നല്ലത്. ജയേഷിനെ ഭരത് കള്ളക്കേസ് കുടിക്കതും തല്ല് കൊടുത്തതും ഒക്കെ മനസ്സിൽ വെച്ച് പെരുമാറുമെന്ന എന്റെ പേടി. അതൊക്കെ മറന്ന അവന് തന്നെ കൊള്ളാം. അർജുനേട്ടനും ACPയും കൂടി പറഞ്ഞതുകൊണ്ടാ ഞാൻ ഈ ബന്ധത്തിന് തയ്യാറായത് തന്നെ. ദേ, ഇല്ലെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ ഇതിന് സമ്മതിക്കില്ലായിരുന്നു. ഭാനുവിന്റെ മനസ്സിൽ ഇപ്പോഴും അവനൊരു സ്ഥാനമുണ്ട് ഭരത്തെ. അതെന്താണെന്നറിയോ? ഒരിക്കലും അവൻ അവളോട് അപമര്യാദയായിട്ട് പെരുമാറിയിട്ടില്ലാത്തതുകൊണ്ടാ. ചിലപ്പോ ദൈവം ഈ വിവാഹമായിരിക്കും അവൾക്ക് വിധിച്ചത്. അതുകൊണ്ടാണല്ലോ ഇത്രയൊക്കെ പ്രശ്നം നടന്നിട്ടും കറങ്ങിത്തിരിഞ്ഞു വന്നത്. എന്തായാലും നിങ്ങൾ പോയി സംസാരിക്കേ. ഇനി അവരെന്തായാലും സ്ത്രീധനത്തിന് അടികൂടിയില്ലല്ലോ. അതാ ഞാനും പറഞ്ഞത്. ഭാനു വെറും കൈയോടെയല്ല ആ വീട്ടിലേക്ക് പോയി കയറുന്നത്. അതുകൊണ്ട് ഭാമയ്ക്കുണ്ടായ ബുദ്ധിമുട്ടൊന്നും ഭാനുണ്ടാവില്ല. ആ മോഹനെയും ഭാര്യയും പിന്നെയും സഹിക്കാം. ആ ഇളയമ്മയുടെ കാര്യത്തിൽ എനിക്ക് സംശയമുള്ളൂ. ഭാനുവിന്റെ കല്യാണം കഴിഞ്ഞാലും കോളേജിലേക്കല്ലേ അമ്മ അവള് പോകുന്നത്. അവള് ഒരു ഡോക്ടറും കൂടി ആയിക്കഴിഞ്ഞാൽ പിന്നെ എല്ലാവരുടെയും പത്തി താഴ്ന്നോളൂ. അമ്മ സൂര്യ,